വളരെ സന്തോഷകരമായിട്ടുണ്ട്. പറഞ്ഞ സമയത്തിനുള്ളിൽ നാം ആഗ്രഹിക്കുന്ന പ്രകാരം ഞാൻ മാത്രമല്ല ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഫർണിച്ചറും അതേപോലെ തന്നെ അടുക്കള ക്രമീകരണവും കിച്ചൺ ക്രമീകരണവും കർട്ടനെല്ലാം വളരെ മനോഹരമായി, മാത്രമല്ല ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും നല്ല രീതിയിലാണ് ചെയ്തു തന്നിട്ടുള്ളത്. അതിന് ഇവരോട് വളരെ കൃതജ്ഞത നന്ദി ഉണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ പുരോഗതിയും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് മലപ്പുറം തിരൂർ പറവണ്ണയിലാണ്. ഏകദേശം 3000-നടുത്ത് സ്ക്വയർ ഫീറ്റ് വരുന്ന നസുറുദ്ദീൻ കായുടെയും ജുമാനിൻ്റെയും വീട്ടിലാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, ഇൻറ്റീരിയർ ഫർണിഷിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ തന്നെയാണ്, ടിക്കാണ്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വരും. നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. സിറ്റ് ഔട്ട് നോർമൽ ഒരു എൽ ഷേപ്പിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ചാരുപടി നോർമൽ കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതിന് വ്യത്യസ്തമായിട്ട് മെറ്റലിൽ വുഡൻ ടോപ്പിലാണ് ചാരുപടി ചെയ്തിട്ടുള്ളത്. നോർമൽ വാൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. സിറ്റ് ഔട്ട് നേരെ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഈ പാസേജിലേക്കാണ്. ലിവിങ് ത്രൂ ഡൈനിങ്ങിലേക്ക് പോകുന്ന പാസേജാണ്. ഇതാണ് ഒരു 3x3 ഏകദേശം സൈസ് വരുന്ന ലിവിങ് റൂം. ഒരു യു ടൈപ്പ് സോഫയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് റെക്സിൻ കവേർഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡിൽ ഫ്രെയിമിൽ റെക്സിൻ കവേർഡ്, ഫുൾ കംപ്ലീറ്റ് പോക്കറ്റഡ് സ്പ്രിങ് ആണ്. അതിലേക്ക് ലോഞ്ചർ ടൈപ്പ് സോഫയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ പാനലിങ് വിത്ത് റോമൻ കർട്ടൻസ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രീലാമിനേറ്റഡ് ബോർഡിൽ നമ്മൾ TV യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ മെയിനായിട്ട് 2 ലിവിങ് കൊടുത്തിട്ടുണ്ട്. ഫോർമൽ ലിവിങ് ആണ് നമ്മൾ കണ്ടുള്ളത്. ഫാമിലി ലിവിങ് നമ്മൾ ഒരു മിനിമൽ രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കാണിക്കുക. പിന്നെ ഇതാണ് നമ്മൾ വാഷ് ബേസ് യൂണിറ്റ്. അതിനൊരു മിനിമൽ പാർട്ടീഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് നമ്മൾ മെറ്റലിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഗോൾഡൻ ഫിനിഷിൽ ഫ്ലൂട്ടഡ് ഗ്ലാസ്സിൽ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ മാർബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോക്സ്, വാഷ് ബേസിൻ ബോക്സ് മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു LED മിററും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. ഇവിടെ കംപ്ലീറ്റ് നമ്മൾ യു ടൈപ്പ് പാനലിങ് കൊടുത്തിട്ടുണ്ട്. ഫർണിച്ചറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഡൈനിങ് ടേബിൾ ചെയ്തിട്ടുള്ളത് ട്രീറ്റഡ് മാഗണിയിലാണ്. ഫ്രെയിം കംപ്ലീറ്റ് ടോപ്പ് കൊടുത്തിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ മാർബിളാണ്. പിന്നെ കംപ്ലീറ്റ് കുഷിനിലാണ് ചെയർ കൊടുത്തിട്ടുള്ളത്. ഫുൾ റെക്സിൻ ബെയ്ജ് ടച്ചിലാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ഡയമണ്ട് കട്ട് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ കോർട്ട്യാർഡ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒരു ബ്ലാക്ക് ഔട്ടിൽ ഷിയർ വിത്ത് ഷിയർ M-ട്രാക്ക് ചാനലിൽ കംപ്ലീറ്റ് കർട്ടനും നല്ല ഭംഗിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫാമിലി ലിവിങ് ആണ്. ഡൈനിങ് തന്നെ ഫാമിലിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത ഒരു ഫുൾ ലെങ്ത്ത് സോഫ. കംപ്ലീറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് മെറ്റലാണ്. അതിക്ക് കംപ്ലീറ്റ് കുഷ്യൻഡ് റെക്രോണിൽ കൊടുത്താണ്. മെറ്റലൊക്കെ ലെഗൊക്കെ നമ്മൾ മെറ്റൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഈ ഏരിയ ഒരു കംപ്ലീറ്റ് ഫുൾ കർട്ടൻ കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് ഔട്ട് വിത്ത് ഷിയർ M-ട്രാക്ക് ചാനലിൽ. അതേപോലെ ഈ വാള് ഒരു സിമെൻറ്റ്, പേസ്റ്റൽ സിമെൻറ്റ് ടെക്സ്ചറും കൊടുത്തുകൊണ്ട് നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നും. ഇതാണ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ നമ്മൾ വാൾ ടു വാൾ വാർഡ്രോബാണ് ചെയ്തിട്ടുള്ളത്. നോക്കിയാൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ കംപ്ലീറ്റ് മൾട്ടിവുഡാണ്. അതിലേക്ക് നമ്മൾ ലാമിനേറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് അക്രലിക്കാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഗ്ലോസി കാണാൻ നല്ലൊരു പ്രീമിയം ഫീൽ വരുന്നത്. അതിലേക്ക് നമ്മൾ നല്ല ലെങ്ത്തിൽ വരുന്ന ഗോൾഡൻ ഫിനിഷിൽ വരുന്ന ഹാൻഡിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബാവിൻ്റെ നമ്മൾ ഇവിടേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റോമൻ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മുകളിൽ സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കട്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് കിങ് സൈസാണ്, 6x6. അത് കംപ്ലീറ്റ് ഒറ്റ ബെയ്ജ് ഫിനിഷിൽ വരുന്ന ഒറ്റ ഹെഡ്, പ്ലെയിൻ ഹെഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ കോർണർ ഒരു സ്പേസിൻ്റെ കൺജക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ സിംഗിൾ കൺസോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ട്രീറ്റഡ് മാഗണിയിൽ ഒരു ഫുൾ ലെങ്ത്ത് മിറർ കൊടുത്തിട്ടുണ്ട്. ഫ്രെയിം നോക്കിയാൽ അറിയാമല്ലോ, മിനിമലായിട്ട് നല്ല ഭംഗിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ഗസ്റ്റ് ബെഡ്റൂം. ഇവിടുത്തെ ഫർണിച്ചർ നമ്മൾ കൊടുത്തിട്ടുള്ള മോഡൽ കട്ടിൽ നമ്മൾ കൊടുത്തിട്ട് ഡബിൾ സൈഡ് ഒരു പ്രൊജക്ഷൻ വരുന്ന കംപ്ലീറ്റ്ലി റബൂഡ് ഫ്രെയിമിൽ ഫുള്ളി കവേർഡ് റെക്സിനിലാണ്. ഒരു വുഡൻ ഗ്രെയിൻസ് വരുന്ന റെക്സിൻ മോഡലാണ്. അതിലേക്ക് മാച്ചായിട്ടുള്ള ഒരു സൈഡ് ബോക്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സെയിം പെയിൻറ്റ് ആ ഒരു തീമിന് മാച്ചാകുന്ന രീതിയിലുള്ള റോമൻ കർട്ടൻ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ 3 ഡോർ വാർഡ്രോബാണ്. നമ്മൾ പ്രീലാമിനേറ്റഡ് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ബാവിൻ്റെ നമ്മൾ പാനലിങ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പ്രൊഫൈൽ ലൈറ്റും ഒരു വാം പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫുൾ ലെങ്ത്ത് മിറർ ഫുള്ളി റബ്ബൂഡ് ഫ്രെയിമിൽ
ഒരു ഫുൾ ലെങ്ത് മിററും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് കിഡ്സ് റൂമിലേക്കാണ്. ഇവിടെ നമ്മൾ ഫർണിഷ് ചെയ്തിട്ടുള്ളത് ഒരു ഡബിൾ കോട്ടാണ്. 3x3 മഹാഗണിയിൽ ഡബിൾ കോട്ട് ചെയ്തിട്ടുണ്ട്. ഹെഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡ് വിത്ത് മൈക്ക ലാമിനേറ്റാണ്. വാൾ ടു വാൾ ചെയ്തിട്ടുണ്ട്. ഒരു പേസ്റ്റൽ ഗ്രീൻ ടച്ച് ലാമിനേറ്റാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്കൊരു ഗ്രൂ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കംപ്ലീറ്റ് പാനലിങ് ചെയ്തിട്ടുണ്ട്. ഒരു ഓപ്പൺ ബോക്സ് 2 ഡോർ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ഒരു ഫുൾ ലെങ്ത് മിററും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലെഗും ടോപ്പൊക്കെ വരാനുണ്ട്. ചെറിയൊരു മിനിമൽ കിഡ്സ് റൂം. ഫൈനലി ഇതാണ് നമ്മളെ കിച്ചണിൻ്റെ വ്യൂ. കിച്ചണിൻ്റെ ഫൈനൽ വ്യൂ. കിച്ചൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് WPCയിലാണ്. അതിലേക്ക് ലാമിനേറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മൈക്കയിലാണ്. ഇവിടെ ഒരു സ്റ്റോറേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സെർവിങ്ങിനുള്ള ഡൈനിങ്ങിലേക്കുള്ള സെർവിങ്ങിനുള്ള ചെറിയൊരു ഹോള്, റോളിംഗ് ഷട്ടർ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു സെർവിങ് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. തുടക്കത്തിൽ തന്നെ നമ്മളൊരു ഡബിൾ ഡോർ ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് നമ്മൾ റാക്ക് ചെയ്തിട്ടുള്ളത് 12mm ഗ്ലാസ്സിലാണ്. അതിലേക്ക് നമ്മൾ വാം സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മൾ കിച്ചൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കോർണറിൽ ചെയ്ത് കഴിഞ്ഞാൽ കിച്ചൺ റോയൽ ഒരു പ്രീമിയം ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് കാരണമാവും. പിന്നെ നമ്മൾ അത്യാവശ്യം കിച്ചണിക്ക് വേണ്ട കംപ്ലീറ്റ് എല്ലാ ആക്സസറീസും ടാൻഡം ബോക്സ്, PVC കട്ട്ലറി ട്രേ, പ്ലേറ്റ് ട്രേ, ബാസ്ക്കറ്റ്, കംപ്ലീറ്റ് ബോട്ടിൽ പുള്ളോട്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ഈ കിച്ചണിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കർട്ടൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളെ തീമിന് മാച്ചായിട്ട് വൈറ്റ് വിനീഷ്യൻ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ബോക്സ് യൂട്ടിലിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഓപ്പൺ ബോക്സ് വുഡൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പർ പാർട്ടൊക്കെ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ഹൈഡ്രോളിക്കിലാണ്. എന്തൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം നല്ല ഹാർഡ്വെയർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹുഡ് ഹോബും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫാബറിൻ്റെ ആണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഗ്ലാസ് ടോപ്പ് വരുന്ന സ്റ്റൗവാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ മെയിനായിട്ട് 2 ബെഡ്റൂംസാണ് വരുന്നത്. നമ്മൾ ഹാൻഡ് റെയിൽ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് മെറ്റലിലാണ്. മെറ്റലിന് ടോപ്പ് വുഡ് കൊടുത്തിട്ടാണ്. പിന്നെ ഈ സ്റ്റെയർ ലാൻഡിങ്ങിൻ്റെ വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് പുട്ടി വിത്ത് ടെക്സ്ചർ ടൈപ്പ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയൊരു ബോക്സ് കട്ട് ഗ്രൂ പോലെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ബേജ് കളറാണ്. അതിലേക്ക് മാച്ച് ആവുന്ന റോമൻ ബ്ലൈൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ നമ്മളെ ഫസ്റ്റ് ബെഡ്റൂം. ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് മിനിമലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ട്രീറ്റഡ് മാഗണിയിലാണ്. ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഒരു സ്ക്വയറിൽ ഓവൽ ടൈപ്പ് ഫ്രെയിം കൊടുത്തിട്ട് അതിലേക്കൊരു പ്ലെയിൻ ഹെഡ് കുഷ്യൻ നമ്മളെ വാളിന് കൊടുത്ത സെയിം തീമിൽ വരുന്ന ഇതാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ കട്ടിലിന് മാച്ചാക്കിയിട്ട് 2 റബ്ബുഡിലുള്ള ഇതും കൊടുത്തിട്ടുണ്ട്. സൈഡ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോർമൽ വിൻഡോ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാനലിങ് വിത്ത് റോമൻ ബ്ലൈൻസുമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണ്. ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റ് ഗ്രേ തീമാണ്. അതിലേക്ക് മാച്ചായിട്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഹെഡ് കൊടുത്തിട്ടുള്ളത്. ഒരു ബൾക്കി ഹെഡ് കുഷ്യനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പഴയ ബട്ടൺ ടൈപ്പിൻ്റെ ഒരു പുതിയ മോഡൽ ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതിലേക്ക് മാച്ചായിട്ടുള്ള റോമൻ ബ്ലൈൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മാച്ചായിട്ട് 2 സൈഡ് ബോക്സും കൊടുത്തിട്ടുണ്ട് വുഡിൽ. വാർഡ്രോബ് നമ്മൾ ചെയ്തിട്ടുള്ളത് പ്രീ ലാമിനേറ്റഡ് വുഡാണ്. 3 ഡോർ വിത്ത് ഡ്രസ്സിങ് ആണ് നൽകിയിട്ടുള്ളത്. വിൻഡോ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പാനലിങ്ങും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇൻറ്റീരിയർ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മളായിട്ട് ബന്ധപ്പെടാം, നമ്മളായിട്ട് കൺസൾട്ട് ചെയ്യാം. പിന്നെ ഇതുപോലുള്ള ഹോം ടൂർ വീഡിയോസ്, ഇൻറ്റീരിയർ വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.